കേരളത്തിൽ ഇന്നലെ മഴ പെയ്തു. അതിശക്തമായ മഴയല്ല ഉണ്ടായത്, വളരെ ശക്തമായ മഴ വന്നിട്ടില്ല. 1924 പോലെയോ 2018 പോലെയുള്ള വളരെ വലിയ മഴ വന്നില്ല. പക്ഷെ എന്നിട്ടും കേരളത്തിൽ ഇന്നലെ ഉരുൾപൊട്ടലുകൾ ഉണ്ടായി. ഉരുൾപൊട്ടലുകളുടെ അനുബന്ധമായ വെള്ളപ്പാച്ചിലുകൾ ഉണ്ടായി. അത് മിന്നൽ പ്രളയമാണെന്ന് ചില ആളുകൾ പറയുന്നു. മിന്നൽ പ്രളയമല്ല ഇന്നലെ ഉണ്ടായത്. മിന്നൽ പ്രളയം എന്ന് പറയുന്നതിൻ്റെ വേറൊരു കൺസെപ്റ്റാണ്. ഇന്നലെ ശരിക്കും സംഭവിച്ചത് ഉരുൾപൊട്ടൽ. ഇപ്പോൾ പാല എടുത്തു കഴിഞ്ഞാൽ പാലായിൽ ഉരുൾപൊട്ടി. പാലാക്ക് ഈരാട്ടിപ്പറ്റ ഇടയ്ക്കുള്ള സ്ഥലത്ത് ഉരുൾപൊട്ടി. ചെറിയ ഉരുൾപൊട്ടലാണ്, വളരെ വലിയ ഉരുൾപൊട്ടലല്ല. പക്ഷെ ആ ചെറിയ ഉരുൾപൊട്ടൽ പൊട്ടിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മുകളിലുണ്ടായിരുന്ന കൊച്ചു തോടുകൾക്കും അതിനുള്ള വെള്ളത്തിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് പാലായിലെ മീനച്ചിലാറിൽ വരാനുള്ളൊരു സാഹചര്യം ഉണ്ടായി. മീനച്ചിലാർ കരകവിഞ്ഞു, വലിയ പ്രശ്നമായി. പമ്പയാറിൽ വെള്ളം കൂടി. പമ്പയാറിൽ വെള്ളം കൂടിയെന്നതിൻ്റെ ഭാഗമായിട്ട് പത്തനംതിട്ട ജില്ല ഇന്നലെ കൊളാപ്സായി. റാന്നിയിൽ വെള്ളം കൂടി. റാന്നിയിൽ വെള്ളം കുറഞ്ഞപ്പോൾ ആറന്മുളയിൽ വെള്ളം കൂടി. അപ്പോൾ പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം ജില്ലകൾ ഇന്നലെ വളരെ കൊളാപ്സിലായിരുന്നു. പ്രത്യേകിച്ച് പാല, കോട്ടയത്തെ പാല, റാന്നി, പത്തനംതിട്ടയിലെ റാന്നി, അതുപോലെ തന്നെ പത്തനംതിട്ടയിലെ ആറന്മുള, തണ്ണിത്തോട് ഉരുൾപൊട്ടലുണ്ടായി ഇന്നലെ. വടശ്ശേരിക്കര, മലയാലപ്പുഴ, ആ ഒരു സ്ട്രെച്ച്, ഒരു വെസ്റ്റേൺ ഘാട്ടിൻ്റെ ഒരു സ്ട്രെച്ച് വലിയ മഴ ഉണ്ടായി, വലിയ പ്രശ്നമുണ്ടായി. എന്നാൽ ഇനി അങ്ങോട്ട് എന്താണ് കഥ? ഞാൻ കഴിഞ്ഞ ദിവസം വീക്ഷണം പത്രത്തിൽ, കേരള കൗമുദിയിലും 2 ആർട്ടിക്കിൾ എഴുതിയിരുന്നു. ശരിക്കും ഈ പറയുന്ന സ്ഥലങ്ങളിൽ കേരളത്തിൽ മഴ മാറിപ്പോവുകയല്ല ചെയ്യുന്നത്. എൽ നിനോ പ്രതിഭാസം ഉണ്ട് പസഫിക് ഓഷനിൽ, സമ്മതിച്ചു. പക്ഷെ ഇവിടെ വളരെ തനതായ ഒരു ഭൂമിശാസ്ത്ര പ്രദേശമാണ്. ഭൂമധ്യരേഖയ്ക്ക് വളരെ അടുത്ത് കിടക്കുന്നതാണ് കേരളം. പശ്ചിമഘട്ട മലനിരകളുണ്ട്, അറബിക്കടലുണ്ട്. അറബിക്കടലിൽ ധാരാളം വെള്ളമുണ്ട്. അതിനെ നീരാവിയാക്കാൻ ഇവിടെ സൂര്യനുണ്ട്. ആ സൂര്യനെ നീരാവിയാക്കി മുകളിലോട്ട് വിട്ടുകൊടുത്താൽ അതിനെ തടഞ്ഞ് ലിഫ്റ്റ് ചെയ്ത് മഴയാക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ മഴയെ സഹായിക്കുന്ന, ട്രിഗർ ചെയ്യാൻ പറ്റുന്ന വെസ്റ്റേൺ ഘാട്ടും ഉണ്ട് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് മഴ മാറിപ്പോവില്ല. ഇതാണ് നമ്മളുടെ ടേക്ക്. മഴ ഇവിടെ കാണും. അതിൻ്റെ സീസണലിൽ വ്യത്യാസം വരുമായിരിക്കും. വേനൽ മഴ പിറകിലോട്ട് വന്നു. 10 വർഷത്തെ കഴിഞ്ഞ 150 വർഷത്തെ കഥ എടുത്തപ്പോൾ വേനൽ മഴ 10% പിറകിലോട്ട് വന്നു എന്ന് പറഞ്ഞാൽ മാർച്ച് ഏപ്രിൽ മാസം പെയ്യേണ്ടത് കുറച്ചുകൂടെ മുന്നേ ഉള്ള മാസങ്ങളിൽ പെയ്തു. തിരിച്ചു പറഞ്ഞാൽ വേറെയുള്ള മാസങ്ങളിൽ പെയ്തു. രണ്ടും പറയാം. ഒന്നിൽ വേനൽക്കാലത്ത് പെയ്യേണ്ടത് നമ്മൾ തിരിച്ചെടുത്താൽ, മഴക്കാലം പറയുമ്പോൾ തിരിച്ചും പറയണം എങ്ങനെയാണ്? ജൂൺ മുതലുള്ള മഴക്കാലം, പിന്നെ ഇടവപ്പാതി, തുലാവർഷം, ഇടവപ്പാതി, വേനൽ. അങ്ങനെ പറയുകയാണെങ്കിൽ വേനൽ മഴ കുറഞ്ഞ് പിറകിലോട്ട് വന്നു എന്ന് പറയാം. ഇപ്പുറത്തേക്ക് വന്നു. 6% കൂടുകയും ചെയ്തു. എവിടെ? ആഗസ്റ്റിലെ മഴ. ഇപ്പം ജൂണിൽ നമുക്ക് 10-60% മഴ കിട്ടിയില്ല. ജൂലൈയിൽ മഴ കിട്ടിയില്ല, 10-30%. പക്ഷെ ആഗസ്റ്റിൽ മഴ തുടങ്ങി. ഇത് ഞാനൊക്കെ പറഞ്ഞതാണ്, കൃത്യമായ ലേഖനത്തിലും ചാനലുകളിലും ഒക്കെ പറഞ്ഞതാണ്. അപ്പോൾ ആഗസ്റ്റിൽ ഒന്നിനേ ഇത് തുടങ്ങുമെന്ന് വിചാരിച്ചില്ല. ഒരു 5 ദിവസം കൂടെ എടുക്കുമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് കൂടി പറഞ്ഞിട്ട് നമുക്ക് ബാക്കി പോവാം. ഈ ഭീതിപ്പെടുത്തുന്നതല്ലല്ലോ വാർത്ത. ഇന്നലെ എല്ലാവരും പറയുന്ന കേട്ടു, ഒരു ദിവസത്തെ മഴ കൊണ്ട്, ഒരു രാത്രിയിലെ മഴ കൊണ്ട് ഉരുൾപൊട്ടലുണ്ടായി, വെള്ളപ്പൊക്കം ഉണ്ടായി. അല്ല, ഇന്നലെ പെയ്ത മഴ എടുക്കുക. ഇന്നലെ പെയ്ത മഴയിൽ നിശ്ചിത ശതമാനം വെള്ളം വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാക്കി, ബഹളം ഉണ്ടാക്കി കടലിലേക്ക് പോയി, സമ്മതിച്ചു. ബാക്കി ഒരു നിശ്ചിത ശതമാനം വെള്ളമുണ്ട്. അതെവിടെ പോയി? അത് മണ്ണിലേക്കാണ് പോയിരിക്കുന്നത്. അത് മണ്ണിലേക്ക് പോകുമ്പോൾ അവിടെ ഇരുന്ന് ചെയ്യുന്ന പണി എന്താ? മണ്ണിനെ ലൂസാക്കും. മണ്ണിനെ ലൂസാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഏകവിളകളാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്, ബഹുവിളകളല്ല. കപ്പ കൃഷി ചെയ്തിട്ടുണ്ട്, വാഴ കൃഷി ചെയ്തിട്ടുണ്ട്, ഇഞ്ചി കൃഷി ചെയ്തിട്ടുണ്ട്, തെങ്ങ് കൃഷി ചെയ്തിട്ടുണ്ട്. ഇതുപോലത്തെ പല കാര്യങ്ങളും നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട്. ഈ കൃഷി ചെയ്തിട്ടുള്ള ഇപ്പം തെങ്ങ്, ഇടനാട്ടിൽ തെങ്ങ് കൃഷി ചെയ്യുന്ന കുഴപ്പമില്ല, മലനാട്ടിലാണെങ്കിൽ കാറ്റും കൂടെ പിടിക്കും. അതാ ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ കൃഷി ചെയ്തിരിക്കുന്ന ഇടങ്ങളിലെ മണ്ണിൽ ഇതിരുന്ന് സാച്ചുറേറ്റ് ചെയ്യും. ഇങ്ങനെ പോവും, വെള്ളം താഴോട്ട് പോയി ഇതിനെ ലൂസാക്കും. ഇതിനെ ലൂസാക്കി ഇരിക്കുമ്പോഴാണ്
വളരെ പെട്ടെന്നൊരു മഴ, ആ മഴയിൽ ഒരു ഉരുൾപൊട്ടൽ താഴോട്ട് വരുമ്പോൾ നീരൊഴുക്കിന്റെ ദിശ മാറും. എല്ലാ വെള്ളവും കൂടി ഒരു സ്പോട്ട് കിട്ടിയാൽ, സ്ലോപ്പാണ് ഇവിടുത്തെ പ്രധാനം. നിങ്ങൾ വളരെ പ്രധാനമായിട്ട് പഠിച്ചോളൂ. ഒരു ഒരു A4 പേപ്പർ നിങ്ങൾ എടുത്തിട്ട്, അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് A4 എടുത്തിട്ട് അതിനകത്ത് ഒരു തുള്ളി വെള്ളം ഒഴിച്ചു വെക്കുക. ഒരു മേശപ്പുറത്ത് വെച്ച് ഒഴിച്ചാൽ അത് പരന്നൊഴുകി സമയമെടുത്തേ ഒഴുകുള്ളൂ. പക്ഷെ അതിന് ശകലം 1 മില്ലിമീറ്റർ നിങ്ങൾ ഏതെങ്കിലും ഒരു സൈഡിലെ പേപ്പർ എന്ന് പൊക്കി നോക്കുക, അങ്ങോട്ട് ഒഴുകും. 2 മില്ലിമീറ്റർ പൊക്കുക, തൃപ്തി അങ്ങോട്ട് വരും. ഒരു 5 മില്ലിമീറ്റർ പൊക്കി നോക്കുക, കംപ്ലീറ്റ് വെള്ളം അവിടെ വരും. നിങ്ങൾ പൊക്കുന്നതിൻ്റെ എവിടെയാണോ പൊക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് താഴ്ന്നിരിക്കുന്ന സ്ഥലത്തേക്ക് പോകും. അപ്പോൾ കേരളം പശ്ചിമഘട്ട മലകരയിൽ നിന്ന് അറബിക്കടലിലേക്ക് ചരിച്ചു വച്ചിരിക്കുന്ന ഒരു പലകയാണെന്ന് പറഞ്ഞാൽ തെറ്റില്ല, സാമാന്യ ജനങ്ങൾക്ക് മനസ്സിലാകാൻ. ഇതിൽ റെഗഡ്നെസ് ഉണ്ടെന്നേ ഉള്ളൂ. കുന്ന്, മല, താഴ്വര ഇങ്ങനെ ഉണ്ടെന്നേ ഉള്ളൂ. പെയ്ത് വീഴുന്ന മഴ എന്തുകൊണ്ട് പണ്ട് കാലങ്ങളിൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയില്ല, ഇടവേളകളിലല്ലാതെ വലിയ പ്രശ്നം ഉണ്ടാക്കിയില്ല? കാരണം വനങ്ങളിൽ നമുക്ക് സ്വാഭാവിക വനങ്ങൾ ഉണ്ടായിരുന്നു. ആ വനങ്ങളിൽ 4 മുതൽ 5 തരത്തിലുള്ള വൃക്ഷവ്യവസ്ഥയുണ്ട്, സസ്യവ്യവസ്ഥയുണ്ട്. അതാണ് വനം. അല്ല നമ്മളൊരു പ്ലാന്റേഷൻ ഉണ്ടാക്കി വെച്ചിട്ട് അത് വനം എന്ന് പറയാൻ പറ്റത്തില്ല. കുറേ മരങ്ങളുള്ള സ്ഥലങ്ങളെ വനം എന്ന് നമ്മൾ പറയാറില്ല. അത് കാവുകൾ, ഒരു സൂക്ഷ്മവനമെന്ന് പറയാം, പക്ഷെ നമ്മൾ മറ്റേ ഒറിജിനൽ ഫോറസ്റ്റിലേക്ക് കൂട്ടാറില്ലല്ലോ. അപ്പോൾ വനത്തിൽ എന്താ സംഭവിക്കുക? ഏറ്റവും ടോപ്പിലുള്ള മരങ്ങളുണ്ട്, വളരെ വലിയ മരങ്ങൾ, അത് ആഴത്തിൽ വേര് പോയിരിക്കുന്നതുമായിരിക്കും. അതിന് വലിയ സൂര്യപ്രകാശം ആവശ്യമുണ്ട്. അപ്പോൾ സൂര്യപ്രകാശത്തെ നേരിട്ട് അത് പിടിക്കും, മഴയെ നേരിട്ട് പിടിക്കും. ശക്തമായ മഴത്തുള്ളി അവൻ നേരിട്ട് പിടിക്കും, ആ ഇലത്തലപ്പുകളിലൊക്കെ വീഴും. അത് കഴിഞ്ഞാൽ പൊക്കം കുറഞ്ഞ, സൂര്യപ്രകാശം അത്ര വേണ്ടാത്ത പൊക്കം കുറഞ്ഞ മരങ്ങളുണ്ട്. അതിലേക്കായിരിക്കും ആ മഴവെള്ളം ഏറ്റവും മുകളിൽ വീണ് അതിൻ്റെ ഇലയിൽ വീണിട്ട് ശക്തി കുറഞ്ഞ് അടുത്തേൽ ചാടും. അത് കഴിഞ്ഞാൽ വീണ്ടും പൊക്കം കുറഞ്ഞ മരങ്ങളുണ്ട്, അതിനകത്ത് സൂര്യപ്രകാശം വീണ്ടും കുറച്ച് മതി. അതിനകത്ത് ആ ലെയറിലായിരിക്കും മഴവെള്ളം വീഴുന്നത് മഴ പെയ്യുമ്പോൾ. അത് കഴിഞ്ഞാൽ ഷ്രബുകൾ എന്ന് പറയുന്ന ആ മുൾച്ചെടികളുണ്ട് കാട്ടിൽ, കുറ്റിച്ചെടികളൊക്കെ, അതിൻ്റെ പുറത്തായിരിക്കും പിന്നെ മഴവെള്ളം വീഴുന്നത്. അപ്പോൾ നേരിട്ട് ഒരു സ്ഥലത്ത് തന്നെ 4 ലെയറിലേക്ക് സാധനം നിൽക്കുകയാണ്, അടുത്തടുത്ത് മുകളിലോട്ട്. അല്ലെങ്കിൽ ഒരു തൊട്ടടുത്ത് കാണും, ഒന്നുകിൽ ഒരേ സ്ഥലത്ത് തന്നെ കാണും, അല്ലെങ്കിൽ തൊട്ടടുത്ത് കാണും. അപ്പോൾ ഈ മഴവെള്ളം വീണാൽ ഈ ഷ്രബിലും വീണ് കഴിഞ്ഞിട്ട് അടുത്ത് വീഴുന്ന എവിടെയാണ്? പുൽമേടുകളിലാണ്. അപ്പോൾ എന്താ സംഭവിക്കുക? ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. ഏറ്റവും പൊക്കമുള്ള മരത്തിൽ മഴവെള്ളം വീഴുന്നു, അതിൻ്റെ ശക്തി അടുത്ത ലെയറിലേക്ക് വരുമ്പോൾ അതിൻ്റെ ശക്തി കുറയുന്നു, അടുത്ത ലെയറിലേക്ക് വീണ്ടും ശക്തി കുറയുന്നു, 5ാമത്തെ 4ാമത്തെ ലെയറായ പുല്ലിലെത്തുമ്പോൾ വളരെ ശക്തി കുറയുന്നു. അപ്പോൾ പിന്നെ അതിൻ്റെ ഒഴുക്ക് കുറയും. അതൊരുപാട് മണ്ണിൽ പിടിക്കും, ചെടികളിൽ പിടിക്കും, കാട്ടിൽ പിടിക്കും. അങ്ങനെ പിടിക്കുന്ന മഴയാണ് നമുക്ക് വേനലിലൊക്കെ പുഴയിൽ തരുന്നത്. ഈ ആവാസ വ്യവസ്ഥയെ നമ്മൾ ഇല്ലാതാക്കി. ഉരുൾപൊട്ടും, പുൽമേടുകൾ നമ്മൾ ഇല്ലാതാക്കി, ഷ്രബുകൾ നമ്മൾ ഇല്ലാതാക്കി, വൻമരങ്ങളെ നമ്മൾ മുറിച്ചു, പ്ലാന്റേഷനുകൾ വെച്ചു. സ്വാഭാവികമായിട്ട് ലൂസ് സോയിലാണ്. പല നാൾ കൊണ്ടുണ്ടാകുന്ന മഴയിൽ ഈ സോയിൽ സാച്ചുറേറ്റ് അതിൽ വെള്ളം എടുത്തു വയ്ക്കുന്നതിൻ്റെ കപ്പാസിറ്റി കഴിയും. അപ്പോഴാണ് ശക്തമായി മഴ വരുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കൂ, മഴയിൽ കറണ്ടുണ്ട്, ഊർജമുണ്ട്. സൗരോർജം നന്നായി സൂര്യനിൽ നിന്നുള്ള പ്രകാശത്തെക്കാൾ ഒരു ചൂടെടുത്ത് വച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇടുക്കിയുടെയും വലിയ മലനിരകളിൽ നിന്നുള്ള വരുന്ന വെള്ളത്തെ താഴേക്ക് വീഴ്ത്തുമ്പോൾ അതിൽ ടർബൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന വെള്ളത്തിൽ നിന്നല്ലേ വൈദ്യുതി എടുക്കുന്ന, കറണ്ട് എടുക്കുന്ന. പ്രധാനമായിട്ട് എങ്ങനെ എടുക്കാൻ പറ്റുന്നു? വെള്ളത്തിൽ കറണ്ട് ഉണ്ട്. നമ്മൾക്ക് നല്ലൊരു വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ട് താഴെ പോയി ആർക്കെങ്കിലും കുളിക്കാൻ പറ്റും? അപ്പോഴേ ചത്തു. കറണ്ടാണത്. അപ്പോൾ കറണ്ട് പോലെയുള്ള വൈദ്യുതി പോലുള്ള വൈദ്യുതോർജമുള്ള വെള്ളം, ഇത്രയും ശക്തമായ മഴ കാട്ടിൽ വീഴുമ്പോൾ അതിനെ ചെറുത്ത് താഴേക്ക് ശക്തി കുറച്ച് കൊണ്ടുപോകാനുള്ള ഒരു ആവാസ വ്യവസ്ഥ ഉണ്ടായിരുന്നു. നമ്മളതിനെ മൊത്തം ഇല്ലാതാക്കിയില്ലേ? 10 ഡിഗ്രി ചരിവിൽ കൂടുതലുള്ള പ്രദേശങ്ങളിൽ, 20% കൂടുതൽ ചരിവുള്ള പ്രദേശങ്ങളിൽ ഒരുപാട് കൃഷി ചെയ്യാൻ പാടില്ല, കെട്ടിട നിർമ്മാണം ചെയ്യാൻ പാടില്ല. ഒരുപാട് പ്രിക്കോഷൻ എടുക്കണം നമ്മൾ. അപ്പോൾ പിന്നെ നമ്മൾ ചോദിക്കും അവിടെ ഉള്ളവർക്ക് താമസിക്കണ്ടേ, വലിയ വീട് വേണ്ടേ, കൃഷി വേണ്ടേ എന്ന് വെച്ചാൽ അതിന് നമുക്കൊരു പ്രാക്ടിക്കലായിട്ടുള്ള സൊല്യൂഷൻസ് കൊണ്ടുവരണമെന്നേ. അല്ലാതെ മരിക്കുമ്പോൾ നമ്മൾ കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇപ്പോൾ ഇന്നലെ തന്നെ തൊടുപുഴയിൽ നിന്നുള്ളൊരു വാർത്ത, ഞാൻ ഒരു ചാനലിൽ ഇന്നലെ പങ്കെടുത്തപ്പോൾ തൊടുപുഴയിൽ നിന്നുള്ള MLA പറഞ്ഞ ഒരു വാർത്തയാണ്, ചാനലിൽ പറഞ്ഞതാണ്.
ലൈഫ് മിഷനിൽ ആളുകൾക്ക് വീട് കൊടുത്തു. 4 ലക്ഷം രൂപയാണ് വീടിന്. വസ്തുവുള്ളവർക്കാണ് വീട് കൊടുക്കുന്നത്. അപ്പോൾ ആളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി? വില കുറഞ്ഞ സ്ഥലത്ത് പോയി വസ്തു വാങ്ങിക്കാൻ തുടങ്ങി. വില കുറഞ്ഞ സ്ഥലം എവിടെയാണ്? ചരിഞ്ഞ ഭൂമിയാണ്. ചരിഞ്ഞ ഭൂമിയിൽ പോയി വില കുറഞ്ഞ സ്ഥലത്ത് വസ്തു വാങ്ങുമ്പോൾ എന്നിട്ട് അവരെ ഇടിച്ച് നിരത്താക്കുകയാണ്. JCB എല്ലാം കൊണ്ടുവന്ന് നിരപ്പാക്കി, ആ സ്ഥലം മാത്രം നിരപ്പാക്കി 4 ലക്ഷം രൂപ വീട് വെച്ചു. ഇന്നലെ ഒരുപാട് വീട് തൊടുപുഴ മണ്ഡലത്തിലെ പല വീടുകളും താഴെ പോയത് ലൈഫിൽ വെച്ച വീടാണ്. അപ്പോൾ ആരാ പ്രതി? സർക്കാരാണ് പ്രതി. അങ്ങനെയുള്ള സ്ഥലത്ത് വീട് വെച്ച് കൊടുക്കാൻ പാടുണ്ടോ? ആളുകൾക്ക് പൈസ കൊടുക്കാൻ പാടുണ്ടോ? അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് വലിയ ചർച്ചകൾ നടത്തി നമ്മൾ സമയം കളയേണ്ട. നമുക്ക് പ്രാക്ടിക്കലായി ഒരുപാട് കാര്യം ചെയ്യേണ്ടതുണ്ട്. എൻ്റെ ചോദ്യം, ആഗസ്റ്റിൽ പ്രളയം വരുമോ? സാധ്യതയുണ്ട്. അല്ലെങ്കിൽ സെപ്റ്റംബറിൽ വരണം. ഈ മഴ എവിടെ പോകും? ഈ മഴക്കാറ്റുകളെല്ലാം, നീരാവിയായി അന്തരീക്ഷത്തിലേക്ക് പോയ മഴക്കാറ്റുകളെല്ലാം, മഴക്കാറുകളെല്ലാം എവിടെ പോകും? ഇത് കറങ്ങി കറങ്ങി ഇവിടെ വരും. ഇന്നല്ലെങ്കിൽ നാളെ വരും. ജൂണിൽ മാറിയ ജൂലൈയിൽ വരും. ജൂലൈയിൽ മാറിയാൽ ആഗസ്റ്റിൽ വരും. ആഗസ്റ്റ് മാറിയ സെപ്റ്റംബറിൽ വരും. വരുമല്ലോ. എല്ലാ നവംബറിലും. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, നമ്മൾ മലയാളി എല്ലാം മറന്നു പോകരുത്. ഒരു കാലഘട്ടത്തിൽ നവംബർ ഡിസംബർ മാസങ്ങളിലാണ് മുല്ലപ്പെരിയാർ നമുക്ക് പ്രശ്നം ഉണ്ടായിക്കൊടുന്നത്. ഇടവപ്പാതിയിലാണ്, തുലാവർഷത്തിലല്ല. നവംബർ ഡിസംബർ മാസങ്ങളിലെ ഇടവപ്പാതി മഴയത്ത് മുല്ലപ്പെരിയാർ വലിയ പ്രശ്നം ഉണ്ടാക്കുമായിരുന്നു നമുക്ക്, ജലനിരപ്പ് ഉയർന്നിട്ട്. ഇപ്പം അത് മാറി, സീസൺ മാറി. അപ്പോൾ മഴ, കേരളത്തിലെ മഴ കേരളത്തിൽ കാണും. അത് മൺസൂൺ പാത്തി എന്നോ എൽനിനോ എന്നോ എന്തോ പറഞ്ഞോളൂ, സാങ്കേതികത്വം എന്തോ പറഞ്ഞോളൂ, ഇവിടെ ഉണ്ട് ഈ മഴ. ഞാൻ ഈ പറഞ്ഞ സാഹചര്യം ഉള്ളതുകൊണ്ടാണ്. സൂര്യൻ്റെ പ്രകാശം, ചൂട്, പശ്ചിമഘട്ട മലനിര, അറബിക്കടൽ, ഇതുള്ളത് കൊണ്ട് ഇവിടെ നല്ല മഴ ഉണ്ട്. ഒരു വെറ്റ് ലാൻഡാണ് കേരളം. കടലിറങ്ങി ഉണ്ടായ ഒരു സ്ഥലമാണ്. കൃത്യമായൊരു വെറ്റ് ലാൻഡാണ് കേരളം. ആ വെറ്റ് ലാൻഡിൽ നമ്മൾ എന്ത് പ്രിക്കോഷൻ എടുക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചേ ഉള്ളൂ തർക്കം. അപ്പോൾ ഇനി മലനിരകളെല്ലാം പല രൂപത്തിൽ കുടുങ്ങിയിരിക്കുക എന്ന് നമ്മൾ പറയും. പഴുത്തിരിക്കുകയാണ്. വെള്ളം ഇറങ്ങിയും മണ്ണെടുത്തും മണ്ണിടിച്ചും പാറയെടുത്തും കോറി വെച്ചുമൊക്കെ മലനിരകൾ കുടുങ്ങിയിരിക്കുകയാണ്. അങ്ങനെ പല നാൾ കൊണ്ടുള്ള മഴയിൽ കുടുങ്ങിയിരിക്കുന്ന മലനിരകളിലും ചരിവ് പ്രദേശങ്ങളിലും പെട്ടെന്നൊരു മഴ വരുമ്പോൾ അതിന് താങ്ങാൻ കഴിയില്ല, അതെടുത്തുകൊണ്ട് പോകും. അപ്പോൾ അതുകൊണ്ട് ആഗസ്റ്റിൽ പ്രളയം വരുമോ എന്ന് ചോദിച്ചാൽ ഇന്ന ദിവസം വരുമെന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. ശക്തമായ മഴ കേരളത്തിൽ വരും, അല്ലെങ്കിൽ സെപ്റ്റംബറിൽ വരും. ഈ മഴ ഇവിടെ വന്നേ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തെ ഇനി ഡിസാസ്റ്ററുകളില്ലാത്ത, ദുരന്തങ്ങളില്ലാത്ത ഒരു സേഫ് സോണായിട്ട് ആരും കാണണ്ട. അപ്പോൾ എന്താ ഒരു കൺസെപ്റ്റ്? ലീവ് വിത്ത് നാച്ചർ, പ്രകൃതിയോടൊപ്പം ജീവിക്കുക. പ്രകൃതിയിലേക്ക് തിരിച്ചു പോകുക എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞ, പ്രകൃതിയോടൊപ്പം ജീവിക്കുക. ലീവ് വിത്ത് ഫ്ലഡ്, ഫ്ലഡിനോടൊപ്പം ജീവിക്കുക. ലീവ് വിത്ത് ലാൻഡ് സ്ലൈഡിനോടൊപ്പം ജീവിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ലാൻഡ് സ്ലൈഡ് ഫ്ലഡും വരുമ്പോൾ കൊണ്ട് തലവെച്ച് ചത്തോണമെന്നല്ല. ഇത് വരുന്ന സ്ഥലങ്ങൾ, വരുന്ന സാഹചര്യം, വരാനുള്ള ദിവസങ്ങൾ, ഇതൊക്കെ നമ്മൾ വളരെ കൃത്യമായി മുൻകൂട്ടി മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കണം. ഇന്നലെ ഉണ്ടായ ഉരുൾപൊട്ടലും പ്രളയത്തിൻ്റെ മഴയും ഒക്കെ പാതിരാത്രിയെ 2 മണിക്ക് 1 മണിക്കൊക്കെ കിടന്നുറങ്ങുന്നവർ വീട്ടിലാണിത് വരുന്നതെന്നേ. എങ്ങനെയെന്നേ കിടന്നുറങ്ങുമ്പോൾ പാതിരാത്രി വെള്ളമെല്ലാം കൂടെ എവിടെയാന്ന് കഴിച്ചു പോകുന്നത്? യാത്ര കിട്ടൂ, വണ്ടി കിട്ടൂ, എന്താ കിട്ടുന്നത്? ഫോൺ പോലും എടുത്ത് വിളിക്കാനുള്ള സമയം കിട്ടുന്നതിന് ഇപ്പോൾ ആളെ എടുത്ത് പോവുകയാണ്. അമ്മയും മോനും കൂടെ ഇന്നലെ ഒരു വീട്ടിൽ കിടന്നു. അച്ഛൻ വേറെ വീട്ടിൽ പോയി കിടന്നതുകൊണ്ട്, മക്കൾ ടൂർ പോയിരുന്നതുകൊണ്ട്, വേറെ ബന്ധുക്കളെ വീട്ടിലോട്ട് പോയിരുന്നതുകൊണ്ട് അവർ മരിച്ചില്ല. ഈ 2 പേരും അമ്മയും മോനും കൂടി വീടോടുകൂടി എടുത്തുകൊണ്ട് പോയി. അപ്പോൾ വളരെ കൃത്യമാണ് മഴ. ഓഗസ്റ്റ് മാസത്തിൽ മഴ വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അത് പ്രളയമായാൽ അത്ഭുതമില്ല, അല്ലെങ്കിൽ സെപ്റ്റംബറിലേക്ക് നീളുമോ എന്നുള്ളതാണ്. നമുക്ക് ഓണമാസം മഴ ആഗസ്റ്റ് മാസം ഓണം കൂടി വരുന്നു. മലയാളിയെ സംബന്ധിച്ചിടത്തോളം വലിയ ദുരിതകാലമാകുമോ എന്നുള്ളൊരു ആശങ്ക നമ്മുടെ മുന്നിലുണ്ട് എന്ന് വിചാരിച്ച് സകല ആളുകളും ഈ വീഡിയോ കണ്ട് കേട്ട് അല്ലെങ്കിൽ ഇത് കുഴപ്പമാണെന്ന് പറയാനല്ല നമ്മൾ വീഡിയോ ചെയ്യുന്നത്. പ്രിക്കോഷൻ എടുക്കണം. കേരളത്തിൽ ഇനി ജീവിക്കുന്നവർ കൃത്യമായ ജീവസുരക്ഷ എടുക്കേണ്ട സമയം കഴിഞ്ഞു. ജീവസുരക്ഷയാണ് ആദ്യം എടുക്കേണ്ടത്. ബാക്കി എല്ലാ സുരക്ഷയും നമുക്ക് പിന്നെ തുടർച്ചയായിട്ട് എടുക്കാം. എല്ലാ പഞ്ചായത്തുകളിലും ഇതിനെ സംബന്ധിച്ചുള്ള മാസ്റ്റർ പ്ലാനുകളും രേഖകളും ഒക്കെ ഉണ്ടാകട്ടെ.
കേരളത്തിലെ സമസ്ത ജനവിഭാഗങ്ങളെയും പഠിപ്പിക്കുന്ന പുതിയ കാഴ്ചപ്പാടിലേക്ക് ഒരു ഡിസാസ്റ്റർ റെസിലൻസ് ആയിട്ടുള്ള ദുരന്ത പ്രതികരണ പ്രതിരോധ സമൂഹമായി നമ്മൾ മാറുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടക്കുമെന്ന് നമുക്ക് കരുതാം. അതിലുള്ള പ്രവർത്തനങ്ങളിലായിരിക്കണം സർക്കാർ മുൻതൂക്കം കൊടുക്കേണ്ടത്. മുൻപേ സർക്കാരിൻ്റെ തുടക്ക സമയത്ത് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് കൊണ്ട് വീണ്ടും 5 വർഷം സർക്കാരിനുണ്ട്. ഭംഗിയായി കേരള സമൂഹത്തെ വളരെ കൃത്യമായി ഒരു പരിസ്ഥിതി സൗഹൃദ ഡിസാസ്റ്റർ സൗഹൃദമായിട്ടുള്ള, അതായത് ദുരന്തത്തിനോട് പൊരുത്തപ്പെടുന്ന ഒരു സമൂഹമാക്കി കേരളത്തെ മാറ്റാൻ എല്ലാ സാധ്യതയുമുണ്ട്. അത് നടക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ലാസ്റ്റ് ചോദ്യം, ആഗസ്റ്റിൽ പ്രളയം വരുമോ? ആഗസ്റ്റിൽ അല്ലെങ്കിൽ സെപ്റ്റംബറിൽ വരും.